റഹ്മത്തുള്ള ഖൈറുൽ വസിയ, ഏറ്റവും ഉദാത്തമായ വസിയത്ത് എന്നാണ് പാഠഭാഗത്തിൻ്റെ പേര്. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഇസ്ലാമിൻ്റെ 5ാം ഖലീഫ എന്നും 2ാം ഉമർ എന്ന പേരിനൊക്കെ അറിയപ്പെടുന്ന നീതിമാനായ ഭരണാധികാരിയായിരുന്നു ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. അദ്ദേഹത്തെക്കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മരണാസന്ന സമയത്ത് അദ്ദേഹം തൻ്റെ മക്കളെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നതിനെ സംബന്ധിച്ചിട്ടാണ് നമ്മുടെ കഥ പോകുന്നത്, ചരിത്രം പറയുന്നത്. ഉമർ ബിൻ അബ്ദുൽ അസീസിന് മരണമാസന്നമായ സമയത്ത് ഹിജറ 91 മുതൽ 101 വരെയാണ് അദ്ദേഹത്തിൻ്റെ ഭരണകാലം എന്ന് ഓർക്കണം. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് മസ്ലമത്ത് ബിൻ അബ്ദുൽ മലിക് എന്നൊരാൾ കടന്നു വരികയാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത ആളാണ്. അദ്ദേഹം ഉമർ ബിൻ അബ്ദുൽ അസീസിനോട് പറഞ്ഞു, അല്ലയോ മഹാരാജാവേ, അമീറുൽ മുഅ്മിനീൻ, നിങ്ങൾക്ക് രോഗം കലശമായിട്ടുണ്ട്. നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ വല്ലതും ബാക്കി വെക്കുന്നുണ്ടോ? നിങ്ങളുടെ സമ്പാദ്യത്തിൽ നിന്നും വല്ലതും ബാക്കി വെക്കുന്നുണ്ടോ? ഇല്ല എങ്കിൽ അവരെ എനിക്ക് ഏൽപ്പിച്ചു തരിക, ഞാൻ പോറ്റി വളർത്താം. ഇനി അഥവാ എനിക്ക് നിങ്ങൾ മക്കളെ ഏൽപ്പിച്ചു തന്നില്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത കുടുംബങ്ങൾക്ക് വല്ലവർക്കും നിങ്ങളുടെ മക്കളെ ഏൽപ്പിച്ചു കൊടുക്കുക. ഉടനെ ഉമർ ബിൻ അബ്ദുൽ അസീസ് പറഞ്ഞു, നീ ഇവിടെ ഇരിക്ക്. എന്നിട്ട് പറഞ്ഞു, മസ്ലമ, നീ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ മക്കൾക്ക് അവർക്ക് അർഹിച്ചതെല്ലാം നൽകിയിട്ടുണ്ട്. അവർക്കർഹിക്കാത്ത ധനം അവർക്ക് ഞാൻ ഏതൊരു വിധേനയും നൽകുന്നില്ല. എൻ്റെ മരണശേഷം ഞാൻ അവരെ അള്ളാഹുവിന് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ട് മസ്ലമ, എൻ്റെ മക്കൾ ഒന്നുകിൽ 2 തരത്തിലൊന്നാകും. ഒന്നെങ്കിൽ അവർ നല്ല ആളുകളായിരിക്കും, ഒന്നുകിൽ അവർ മോശക്കാരായിരിക്കും. അങ്ങനെയാണെങ്കിൽ അവർ മോശക്കാരാവുകയാണെങ്കിൽ അവർക്ക് എൻ്റെ സമ്പാദ്യം കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം തെറ്റിലേക്ക് പോകുന്ന ഒരു പണം എൻ്റേതായി മാറുമല്ലോ. ഇനി അഥവാ അവർ നല്ലവരാണെങ്കിൽ അവർക്ക് ഈ ഒരു ധനത്തിൻ്റെ ആവശ്യം ഉണ്ടാവുകയില്ല. പിന്നീട് അദ്ദേഹം തൻ്റെ 2 മക്കളെ വിളിച്ചു. മക്കൾ അദ്ദേഹത്തിൻ്റെ സമീപത്തിരുന്നു. അദ്ദേഹം തൻ്റെ മക്കളോട് ചോദിച്ചു, മക്കളെ, നിങ്ങളുടെ പിതാവ് മരണാസന്നനാണ്, ഞാൻ മരിക്കാൻ പോവുകയാണ്. ഒന്നുകിൽ എനിക്ക് സ്വർഗമാണ് കിട്ടാൻ പോകുന്നത്, അല്ലെങ്കിൽ നരകമാണ്. നിങ്ങൾ ധനാഢ്യരായി കഴിഞ്ഞാൽ, മക്കളെ, നിങ്ങൾ ധനാഢ്യരായി കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ നരകത്തിലേക്കായിരിക്കും പോവുക. നിങ്ങൾ ഫഖീറന്മാരായിട്ട് ആരോടും ഒന്നും അന്വേഷിക്കാതെ സമ്പാദ്യം തേടാതിരുന്നാൽ എനിക്ക് നിങ്ങളുടെ പിതാവിന് സ്വർഗമാണ് ലഭിക്കുക. അതുകൊണ്ട് നിങ്ങൾ എന്നെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ അനുവദിക്കില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഉമർ ബിൻ അബ്ദുൽ അസീസ് തൻ്റെ മക്കളെ കെട്ടിപ്പിടിച്ചു എന്നാണ് ചരിത്രം. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചിട്ടാണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടുള്ള ഫാത്തിമയും തമ്മിൽ നടക്കുന്ന ഒരു സംഭാഷണത്തെ ആസ്പദമാക്കിയിട്ട് ഒരു പാട്ടുണ്ട് അല്ലേ? ആ പാട്ടൊന്ന് 2 വരി ഞാൻ പാടിത്തരാം. ഉണ്ടോ സഖി ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി 4 കൈയിൽ, ഉണ്ട് പ്രിയേ കൽബിലൊരാശ മുന്തിരി തിന്നിടുവാൻ. ഉണ്ടു സഖി ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി 4 കൈയിൽ, ഉണ്ടു പ്രിയേ കൽബിലൊരാശ മുന്തിരി തിന്നിടുവാൻ. അങ്ങാര് എന്നറിയില്ലേ, അങ്ങീ നാട്ടിലെ രാജാവല്ലേ, അങ്ങ് വെറും 4 യാചകനായെന്നോ പ്രാണസഖി നന്നായി അറിയാം ഞാൻ ഇന്നാട്ടിലമീറാണെന്ന്. എന്നാലും എൻ്റേതായൊരു ദിർഹമുമില്ല പ്രിയേ. പ്രാണസഖി നന്നായി അറിയാം ഞാൻ ഇന്നാട്ടിലമീറാണെന്ന്. എന്നാലും എൻ്റേതായൊരു ദിർഹമുമില്ല പ്രിയേ. ഇതാണ് ഉമർ ബിൻ അബ്ദുൽ അസീസിൻ്റെ കഥ. അപ്പോൾ സംഭവം പറയുന്നതിന് മുമ്പ് ഇതിലെ പ്രധാനപ്പെട്ട അർത്ഥങ്ങൾ ഞാനൊന്ന് വായിച്ചു തരാം. ഹലറ ആഗതമാവുക, മന തടയുക, ഹബ്ബത എത്ര നല്ലതാണ്, അറാദ ഉദ്ദേശിക്കുക, ഇൻതഹ അവസാനിക്കുക, കലാം സംസാരം, അജ്ലസ ഇരുത്തുക, സമിയ കേൾക്കുക, മഖാൽ സംസാരം,
അഅത്വ നൽകുക, തവല്ല ഏറ്റെടുക്കുക, അഗന ഐശ്വര്യം നൽകുക, മഹ്റജ് വഴി, ത്വാലിഹ് ദുസ്വഭാവി, അക്കബ്ബ മുഖം കുത്തി വീഴുക, മഅസിയത്ത് കുറ്റം, ആന സഹായിക്കുക, ഉദ്ഉ വിളിക്കുക, ഇൽത്തഫത തിരിയുക, ഖയാർ തിരഞ്ഞെടുക്കാനുള്ള അവസരം, ദഖല പ്രവേശിക്കുക, ഇഫ്തഖറ ദരിദ്രനാവുക, ഹസിബ കരുതുക, അങ്കദ രക്ഷിക്കുക, ഇഖ്താറ തിരഞ്ഞെടുക്കുക, റിഫ്ഖ് മമത, അസ്വമ സംരക്ഷിക്കുക, തതബ്ബ അന്വേഷിക്കുക. ഇതാണ് ഇതിലെ പ്രധാനപ്പെട്ട അർത്ഥങ്ങൾ. നമുക്ക് കഥ പറയാം. ലമ്മ ഹലറത്ത് ഉമർ ബിൻ അബ്ദുൽ അസീസ്, ഉമർ ബിൻ അബ്ദുൽ അസീസിന് ആഗതമായപ്പോൾ, ലമ്മ അപ്പോൾ, ഹലറത്ത് ആഗതമായപ്പോൾ, ഉമർ ബിൻ അബ്ദുൽ അസീസിനായപ്പോൾ ആഗതമായപ്പോൾ, അൽ വഫാത്തു വഫാത്ത് മരണം ആസന്നമായപ്പോൾ, ദഖല പ്രവേശിച്ചു, അലൈഹി അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക്, അദ്ദേഹത്തിൻ്റെ മേൽ, മസ്ലമത്ത് അബ്ദുൽ മലിക് എന്നൊരാൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പ്രവേശിച്ചു. വഖാല എന്നിട്ട് അയാൾ പറഞ്ഞു, ഇന്നക തീർച്ചയായിട്ടും നിങ്ങൾ, യാ അമീറുൽ മുഅ്മിനീൻ അമീറുൽ മുഅ്മിനീൻ നിങ്ങൾ, ഖദ് തീർച്ചയായിട്ടും, മനഅത നിങ്ങൾ തടഞ്ഞിരിക്കുന്നു, ഔലാദക നിങ്ങളുടെ കുട്ടികളെ തൊട്ട്, അൻ ഹാദൽ മാൽ ഈയൊരു ധനം, അൻ ഹാദൽ മാൽ ഈയൊരു ധനത്തെ, ഒരുപാട് ധനം, അദ്ദേഹം ഖലീഫയാണ്, അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരുപാട് പണം ഉണ്ടാവും. അപ്പോൾ ഈ ധനത്തെക്കുറിച്ചിട്ടൊക്കെ ഈ ധനത്തെ തൊട്ട് നിങ്ങളുടെ മക്കളെ തടഞ്ഞിരിക്കുന്നു, നിങ്ങളുടെ മക്കൾക്ക് ഈ ഒരു ധനം നിങ്ങൾ കൊടുക്കുന്നില്ല. ഫഹബ്ബദ അപ്പോൾ എത്ര നന്നാകുമായിരുന്നു, ലൗ ഔസൈത നിങ്ങൾ വസീയത്ത് ചെയ്യുകയാണെങ്കിൽ, ബിഹിം അവരെ ഇലയ്യ എന്നിലേക്ക്, ലൗ ഔസൈത്ത നിങ്ങൾ അവരെ ഏൽപ്പിച്ചു തരികയാണെങ്കിൽ എത്ര നന്നായിരുന്നു, ഇലയ്യ എന്നിലേക്ക്, എന്തിനു നോക്കാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ ഇലാമൻ ഒരുത്തരിലേക്ക് ഏൽപ്പിച്ചാൽ എത്ര നന്നാകുമായിരുന്നു, തുരീദു ഹു നീ താങ്കൾ ഉദ്ദേശിക്കുന്ന ഒരാൾക്ക്, തുരീദു നീ ഉദ്ദേശിക്കുന്നു, ആ ഒരാളെ നിങ്ങൾ ഉദ്ദേശിക്കുന്നു, അപ്പം നിങ്ങൾ ഉദ്ദേശിക്കുന്ന മറ്റൊരാൾക്ക് പിന്നെ നിങ്ങളുടെ മക്കളെ ഏൽപ്പിച്ചാൽ എത്രമാത്രം നല്ലതാണ്. ആര് മിൻ അഹ്ലി ബൈത്തിക നിങ്ങളുടെ കുടുംബത്തിൽ നിന്നും ഒരാൾക്ക് ഈ ഒരു മക്കളെ ഏൽപ്പിച്ചു കൊടുത്താൽ എത്ര നല്ലതാകും. ഫലമ്മ എന്ന് പറഞ്ഞ അപ്പോൾ, ഫലമ്മ ഇൻതഹ അദ്ദേഹം അവസാനിച്ചപ്പോൾ, മിൻ കലാമിഹി തൻ്റെ സംസാരത്തിൽ നിന്നും അദ്ദേഹം അവസാനിച്ചപ്പോൾ കാല ഉമർ റളിയല്ലാഹു അൻഹു ഉമർ ബിൻ അബ്ദുൽ അസീസ് പറഞ്ഞു, അജിലിസൂനി എന്നെ നിങ്ങൾ ഇരുത്തുക. അദ്ദേഹം കിടക്കുകയാണ്. ഫജിലിസൂനി എന്നെ നിങ്ങൾ ഇരുത്തുക. ഫജിലസു അപ്പോൾ അവർ ഇരുത്തി, ഉമർ ബിൻ അബ്ദുൽ അസീസിനെ ഇരുത്തി, ബെഡിലിരുത്തി. ഫഖാല എന്നിട്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഉമർ ബിൻ അബ്ദുൽ അസീസ് പറഞ്ഞു, ഖദ് തീർച്ചയായിട്ടും സമയത്തോ ഞാൻ കേട്ടു, മഖാലത്തക്ക നിങ്ങളുടെ വാക്കിനെ, യാ മസ്ലമ മസ്ലമ നിങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടു. അമ്മ കൗലുക്ക നിങ്ങൾ പറഞ്ഞില്ലേ, അമ്മ അപ്പോൾ കൗലുക്ക നിങ്ങളുടെ വാക്ക്, ഏതാണ് വാക്ക്, ഇന്നേ ഖദ് മനഅതു ഔലാദി തീർച്ചയായിട്ടും ഞാൻ, ഖദ് മനഅതു അഥവാ ഞാൻ എന്ന് പറഞ്ഞാൽ ഉമർ ബിൻ അബ്ദുൽ അസീസ് ആണ് കേട്ടോ, ഞാൻ ഖദ് മനഅതു ഞാൻ തടഞ്ഞിരിക്കുന്നു, ഔലാദി എൻ്റെ കുട്ടികളെ തൊട്ട്, അൻ ഹാദൽ മാലി ഈ ഒരു ധനത്തെ തടഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കേൾക്കുക, എന്ത്, ഫ ഇന്നി അപ്പോൾ ഞാൻ, നിങ്ങളങ്ങനെ പറഞ്ഞല്ലോ, ഫ ഇന്നി അപ്പോൾ ഞാൻ, വല്ലാഹി അള്ളാഹുവാണ് സത്യം, മാ മനഅതു ഞാൻ തടഞ്ഞിട്ടില്ല, അവർക്ക് ഹക്കൻ ഒരവകാശത്തെയും തടഞ്ഞിട്ടില്ല, ഹുവ ആ അവകാശം ലഹും അവർക്കുള്ളതാണ്, അവർക്കുള്ള ഒരവകാശവും ഞാൻ തടഞ്ഞിട്ടില്ല. വലം അക്കുൻ ഞാൻ ആയിട്ടില്ല, ലി ഒഴുത്തീഹിം ഞാൻ അവർക്ക് നൽകുന്നവനുമായിട്ടില്ല, ഷെയ്അൻ ഒന്നിനെയും, ലൈസ ആ ഒന്നല്ല, ലഹും അവർക്കുള്ളതല്ല, അപ്പം അവർക്കുള്ളതല്ലാത്ത ഒന്നിനെയും ഞാൻ അവർക്ക് നൽകുകയുമില്ല, അവർക്കുള്ളതിനെ ഞാൻ തടഞ്ഞു വെച്ചിട്ടുമില്ല, അവർക്ക് അവരുടെ അവകാശമല്ലാത്തതിനെ ഞാൻ നൽകുകയുമില്ല. അപ്പോൾ അമ്മ കൗലുക്ക പിന്നെ അമ്മ കൗലുക്ക നിങ്ങളുടെ മറ്റേ വാക്കുണ്ടല്ലോ, എന്താണ് ആ വാക്ക്, ലൗ ഔസൈത്ത ബിഹിം നേരത്തെ മുപ്പര് ചോദിച്ചല്ലോ അല്ലേ, ലൗ ഔസൈത്ത് ഉമർ ബിൻ അബ്ദുൽ അസീസിനോട് ചോദിച്ചില്ലേ, ലൗ ഔസൈത്ത ബിഹിം നീ ഉമർ ബിൻ അബ്ദുൽ അസീസെ നിങ്ങൾ ആ കോട്ടിങ് നേരെ എടുത്ത് പറയാണ് കേട്ടോ, മനസ്സിലായില്ല, നേരത്തെ പറഞ്ഞ കോട്ടിങ് നേരെ ഇവിടെ എടുത്ത് പറയാണ്, നിങ്ങൾ ഏൽപ്പിച്ചു തന്നാൽ നല്ലതാകും, ഇലയ്യ എന്നിലേക്ക്, ബിഹിമാറ കുട്ടികളെ, ഔ ഇലാമൻ തുരീദുഹു മിൻ അഹ്ലി ബൈത്തിക അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കുടുംബക്കാർക്ക് ആർക്കെങ്കിലും ആ കുട്ടികളെ ഏൽപ്പിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞല്ലോ. ഫ ഇന്നമ അപ്പോൾ തീർച്ചയായിട്ടും ഉമർ ബിൻ അബ്ദുൽ അസീസ് പറയണേ, നിങ്ങളങ്ങനെ നേരത്തെ പറഞ്ഞല്ലോ, ഫ ഇന്നമ അപ്പോൾ തീർച്ചയായിട്ടും, വസീയി എൻ്റെ വസീയ് ഞാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നവൻ, വലിയ ഞാൻ എൻ്റെ മക്കളെ വലിയ എന്ന് പറഞ്ഞാലും എൻ്റെ മക്കളെ ഏൽപ്പിച്ചു കൊടുക്കുന്നവൻ എന്നർത്ഥം, രക്ഷിതാവ് എന്നർത്ഥം,
അപ്പോൾ ഫൈനമ വസീവ വലിയ തീർച്ചയായിട്ടും എൻ്റെ രക്ഷിതാവ് ഫീഹിം അവരിൽ, അഥവാ അവരെ നോക്കാൻ വേണ്ടിയിട്ടുള്ള രക്ഷിതാവ് അള്ളാഹുവാണ്. അല്ലത് എങ്ങനത്തെ അള്ളാഹുവാണ്? നസ്സൽ കിതാബിന് ഖുർആൻ ഇറക്കി ബിൽ ഹക്കി സത്യം കൊണ്ട്, വഹുവ അള്ളാഹുവാണ് യതവല്ല സ്വാലിഹീങ്ങളെ കാക്കുന്നവൻ അള്ളാഹുവാണ്, ഏറ്റെടുക്കുന്നവൻ അള്ളാഹുവാണ്. അതുകൊണ്ട് എൻ്റെ മക്കളെയും അള്ളാഹുവിനെ ഞാൻ ഭരമേൽപ്പിക്കുകയാണ്. എന്നിട്ട് പറയാണ് വഅലം യാ മസ്ലമ നീ അറിയുക അന്ന അബ്നായി എൻ്റെ മക്കൾ അഹദു റൗജുലൈനി രണ്ടിലൊരാളായിരിക്കും. 2 ഗ്രൂപ്പുണ്ട്, അതിലൊരാളായിരിക്കും എൻ്റെ മക്കൾ. ഇമ്മ ഒന്നുകിൽ റജുലുൻ സ്വാലിഹുൻ നല്ല മനുഷ്യനാകും. എൻ്റെ മക്കളെ കുറിച്ച് പറയണേ, റജുലുൻ സാലിഹുൻ നല്ല മനുഷ്യനാകും, മുത്തക്കയായ ഫസയുഗ്നിഹി അപ്പോൾ അവനിക്ക് ഐശ്വര്യങ്ങൾ നൽകും അള്ളാഹു മിൻ ഫളിഹി അള്ളാഹുവിൻ്റെ ഫളിൽ നിന്നും ഐശ്വര്യങ്ങൾ നൽകും നല്ല ആളാണെങ്കിൽ. വയജഅല്ലഹു അവനിക്കുണ്ടാകും മിൻ അംരിഹി അവൻ്റെ കാര്യത്തിൽ എല്ലാ കാര്യത്തിലും ഉണ്ടാകും മഖ്റജൻ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാകും. അതുകൊണ്ട് ഞാൻ അവനക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി എൻ്റെ മക്കൾ മറ്റു ചിലപ്പോൾ റജുലൻ ത്വാലിഹുൻ വളരെ മോശക്കാരനാവും, മുക്കിബുൻ മുഖം കുത്തി വീഴുന്നു, അലൽ മആസി തെറ്റിൻ്റെ മേൽ, അപ്പോൾ തെറ്റിൽ അടിഞ്ഞുകൂടിയ ആളാകും ചിലപ്പോൾ എൻ്റെ മകൻ. ഫലൻ അക്കൂന അപ്പോൾ ഞാനാവില്ല അവലമൻ ആദ്യത്തെ ആൾ ഞാനാവുകയില്ല. എങ്ങനത്തെ ആൾ? യുഈനു ഹു ആ മകനെ സഹായിക്കും ബിൽ മാലി തെറ്റുകൊണ്ട് ധനം കൊണ്ട് സഹായിക്കുന്ന ഒരുത്തൻ ഞാനാവില്ല. അലാ മാസിയത്തില്ലാഹി തആല അള്ളാഹുവിൻ്റെ മേലിൽ കുറ്റം ചെയ്യുന്ന ആ മകൻ്റെ പ്രവൃത്തിയുടെ മേലിൽ സഹായധനം നൽകുന്ന ആദ്യത്തെ ആൾ ഞാനാവാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ എൻ്റെ മകൻ ചീത്തവനാണെങ്കിൽ അവൻ ചീത്ത കാര്യങ്ങളിലാണ് ധനം ചെലവഴിക്കുക. അങ്ങനെ അവനെ സഹായിച്ചാൽ ധനം കൊടുത്താൽ എന്ത് ചെയ്യുന്നു? അവൻ തെറ്റിൻ്റെ മേലിൽ പോവും. അതുകൊണ്ട് ഞാൻ അവന് പണം കൊടുക്കില്ല. തുമ്മകാല എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഉദോലി ബനിയ ഉദോലി എനിക്ക് വേണ്ടി വിളിക്കുക, ബനിയ എൻ്റെ മക്കളെ വിളിക്കുക. ഫദഊഹും അപ്പോൾ അവർ ആ മക്കളെ വിളിച്ചു. സുമ്മ ഇൽത്തഫത പിന്നീട് ഉമർ ഇബ്നുൽ അബ്ദുൽ തിരിഞ്ഞു ഇലൈഹിം അവരിലേക്ക് മക്കളിലേക്ക്. വഖാല എന്നിട്ട് പറഞ്ഞു ഐ ബനിയ എൻ്റെ മക്കളെ, ബനിയ എൻ്റെ മക്കളെ, ഇന്ന അമാമക്കും നിങ്ങൾക്ക് മുന്നിലുണ്ട് ഖയാറൻ തിരഞ്ഞെടുക്കാനുള്ള അവസരമുണ്ട് ബൈന അമ്രൈനി 2 കാര്യങ്ങൾക്കിടയിൽ. ഒന്ന് ഒന്നെങ്കിൽ അൻ തസ്തഗനോ നിങ്ങൾ ഐശ്വര്യമുള്ളവരാകും, അഥവാ നിങ്ങൾ വളരെ ധനികരാകും. ഏതവസ്ഥയിൽ വയദഖുലു എന്ന് പറഞ്ഞാൽ ആ അവസരത്തിൽ എന്ന അർത്ഥത്തിലാണ് കേട്ടോ. ഏതവസരത്തിൽ വയദഖുലു അബൂക്കും നിങ്ങളുടെ പിതാവ് പ്രവേശിക്കും അന്നാറ സ്വർഗത്തിൽ, അഥവാ നിങ്ങൾ വളരെ ധനാഢ്യരായ ചിലപ്പോൾ കുറ്റമൊക്കെ ചെയ്യും. അങ്ങനെയാണെങ്കിൽ എൻ്റെ മക്കളെ ഞാൻ നോക്കിയിട്ടില്ലല്ലോ എന്നുകൊണ്ട് പിതാവും എന്താവും നേർവഴിക്ക് നടത്താൻ എനിക്ക് സാധിച്ചിട്ടില്ലോ എന്നതുകൊണ്ട് നിങ്ങളുടെ പിതാവും ചിലപ്പോൾ നരകത്തിൽ പോയേക്കാം. അപ്പോൾ 2 അവസ്ഥ നിങ്ങൾക്കുണ്ടാവും. ഒന്നെങ്കിൽ ഫൈമാൻ തസ്തകനോ നിങ്ങൾ ധനാഢ്യരാവും, ഏതവസ്ഥയിൽ വയദഖുലാബൂക്കും നിങ്ങളുടെ പിതാവ് പ്രവേശിക്കും അന്നാറ നരകത്തിൽ. അല്ലാന്നുണ്ടെങ്കിൽ വൈമാൻ തഫ്തഖറോ നിങ്ങൾ പാവപ്പെട്ടവരാകും. അങ്ങനെയാണെങ്കിൽ വയദഖുലു ആ അവസരത്തിൽ വയദഖുല ആ പിതാവ് പ്രവേശിക്കും അൽ ജന്ന സ്വർഗം. ആ പിതാവ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസിനെ കൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്. വലാ അഹ്സിബു ഞാൻ കരുതുന്നില്ല ഇല്ല അന്നക്കും എന്തല്ലാതെ ഇല്ല അന്നക്കും തഖ്താറൂന നിങ്ങൾ തിരഞ്ഞെടുക്കുമെന്നല്ലാതെ ഞാൻ വിചാരിക്കുന്നില്ല. ഇൻഖാദാബീക്കും നിങ്ങളുടെ പിതാവിനെ രക്ഷിക്കുമെന്നത് മിനന്നാരി നരകത്തിൽ നിന്നും അലൽ ഗൈന നിങ്ങളുടെ ഈ ഗൈനേക്കാൾ നിങ്ങൾക്ക് ഐശ്വര്യം ലഭിക്കുന്നതിനേക്കാൾ നല്ലത് നിങ്ങളുടെ പിതാവിനെ നരകത്തിൽ നിന്നും രക്ഷിക്കലാണ്. അങ്ങനെ രക്ഷിക്കില്ല എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത് വളരെ കൃത്യമായി മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആ ലാ എന്നതും ഇല്ല എന്നുള്ളതും മാറ്റിയിട്ട് അർത്ഥം വെച്ചാൽ മതി. അഥവാ അഹ്സിബു ഞാൻ വിചാരിക്കുന്നു അന്നക്കും തീർച്ചയായിട്ടും നിങ്ങൾ തഖ്താറൂന നിങ്ങൾ തിരഞ്ഞെടുക്കും ഇൻഖാദ അബീക്കും നിങ്ങളുടെ പിതാവിനെ രക്ഷിക്കൽ മിനന്നാരി നരകത്തിൽ നിന്ന്. എന്തിനേക്കാൾ നിങ്ങൾ തിരഞ്ഞെടുക്കും അലലഗൈന നിങ്ങൾക്ക് ഐശ്വര്യം ലഭിക്കുന്നതിനേക്കാൾ നിങ്ങൾ തിരഞ്ഞെടുക്കുക നിങ്ങളുടെ പിതാവിനെ നരകത്തിൽ നിന്നും രക്ഷിക്കലാണ്. അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. സുമ്മ എന്നിട്ട് നദറ അദ്ദേഹം നോക്കി ഇലേഹിം തൻ്റെ മക്കളിലേക്ക് ഫീ റിഫ്ഖൻ മമതയോടുകൂടെ മയത്തോടുകൂടെ വഖാല എന്നിട്ട് പറഞ്ഞു ഹുമു മക്കളെ എണീറ്റ് നിൽക്കൂ അസമക്കുമുള്ള അള്ളാഹു നിങ്ങളെ സംരക്ഷിക്കട്ടെ. ഹുമു നിങ്ങൾ എണീറ്റ് നിൽക്കൂ മക്കളെ റസാഖക്കുമുള്ള അള്ളാഹു നിങ്ങൾക്ക് എല്ലാവിധ പരിരക്ഷയും നൽകട്ടെ. സുമ്മ എന്നിട്ട് അത് ഇപ്പോൾ ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസൊക്കെ എന്ത് ചെയ്തു കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിർത്തി.
തുമ്മ തതബഅന്നാസു പിന്നീട് ജനങ്ങൾ അന്വേഷിച്ചു അഖ്ബാർ അബ്ന ഉമർ ബിൻ അബ്ദുൽ അസീസിൻ്റെ മക്കളുടെ കാര്യങ്ങൾ ബഅദ വഫാത്തിഹി അദ്ദേഹത്തിൻ്റെ വഫാത്തിന് ശേഷം ജനങ്ങൾ ആ മക്കളുടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. അപ്പോൾ ആ ജനങ്ങൾ കണ്ടു അന്നഹു തീർച്ചയായിട്ടും മഹ്താജ അഹദും മിൻഹും അവരിൽ നിന്നും ഒരാൾക്കും ഒന്നും ആവശ്യമുണ്ടായിരുന്നില്ല. വലഫ്തഖറ അവരിൽ നിന്നും ആരും ഇഫ്തഖറ മറ്റൊരാളെ ഫഖീറായതുമില്ല, ദരിദ്രനായതുമില്ല, അവർക്ക് മറ്റൊരാളുടെ സഹായം ആവശ്യമായതുമില്ല എന്ന് ജനങ്ങൾ കണ്ടെത്തുകയും ചെയ്തു. ഇതാണ് ഇതിൻ്റെ ആശയം. അപ്പോൾ ഇതിൽ മുഫ്രദാത്ത് കാണാം, അത് നമ്മൾ പറഞ്ഞു. ഹൽ താലം നിനക്കറിയുമോ മൻ ദഖല അലാ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ലമ്മ ഹദറത്തുൽ വഫാത്ത് അദ്ദേഹത്തിന് വഫാത്ത് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മേൽ ആരാണ് പ്രവേശിച്ചത്? അപ്പോൾ ദഖല മസ്ലമത്ത് ബിൻ അബ്ദുൽ മലിക് അലാ ഉമർ ബിൻ അബ്ദുൽ അസീസ് ലമ്മ ഹദറത്തുൽ വഫാത്ത്, അതാണ് ഉത്തരം. 2 മാതാക്കാന ജവാബ് ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ലി മസ്ലമ ഹീനമ അഖ്ബറഹു അനിൽ വസിയ. ആ മസ്ലമ വസിയത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഉമർ ബിൻ അബ്ദുൽ അസീസ് എന്താണ് മറുപടി പറഞ്ഞത്? അപ്പോൾ കാന ജവാബ് ഉമർ ബിൻ അബ്ദുൽ അസീസ് ലി മസ്ലമ ഹീനമ അഖ്ബറഹു അനിൽ വസിയത്തി ഇന്നി ഖദ് മനഅതു ഔലാദി അൻ ഹാദൽ മാൽ ഫഇന്നി വല്ലാഹി മാ മനഅതുഹും ഹഖ ഹുവ ലഹും വലം അകുൻ ലിഉദിഹിം ഷൈഅൻ ലൈസ ലഹും. അതാണ് അതിൻ്റെ ഉത്തരം. 3 ഫസ്സല ഉമർ റളിയല്ലാഹു അൻ റജുലൈനി ബയ്യിൻ വാഹിദ മിൻഹ 2 ആളുകളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു, അതിലൊന്ന് വിശദീകരിക്കുക. അപ്പോൾ നേരെ എന്ത് ചെയ്യുക? ഇമ്മാ റജുലുൻ സ്വാലിഹുൻ മുത്തഖൻ ഫസയുഗ്നിഹില്ലാഹു മിൻ ഫദ്ലിഹി വയജഅൽ ലഹു മിൻ അംരിഹി മഖ്റജ, അതാണ് ഉത്തരം. 4 ഹൽ ഇഫ്തഖറ ഔലാദു ഉമർ റളിയല്ലാഹു അൻ ബഅദ വഫാത്തിഹി. അപ്പോൾ ഉത്തരം മാ ഇഫ്തഖറ ഔലാദു ഉമർ എന്നാണ് അതിൻ്റെ ഉത്തരം, ബഅദ വഫാത്തിഹി. 5 മാഹിയ ലൈബ്രത്തു മിൻ ഹാദിഹിൽ ഖിസ്സത്തി താരീഖിയ. ഈ ഒരു ചരിത്ര സംഭവത്തിൽ നിന്നും നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഇബ്രത്ത് എന്താണ്? അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക? വസിയുസ്വാലിഹീന വ വലിയുഹും അല്ലാഹു തആല, അതാണ് അതിൻ്റെ ഉത്തരം. എല്ലാവരെയും അള്ളാഹു സംരക്ഷിക്കുമെന്നാണ് അതിൻ്റെ ഉത്തരം. പിന്നെ അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ അടിയിൽ തന്നിട്ടുള്ള ഇഖ്താറ, മുഖിബുൻ ആല, തവല്ല, ഔസ്വാബി ഈ 4 വാക്കുകൾ നിങ്ങൾ ജുംലയിൽ പ്രയോഗിച്ച് വരണം. ഇഖ്താറ തിരഞ്ഞെടുക്കുക, മുഖിബുൻ അല മുഖം കുത്തി വീഴുക, അല്ലെങ്കിൽ തവല്ല ഏറ്റെടുക്കുക, ഔസാബി വസിയത്ത് ചെയ്യുക. ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു വരിക, മറക്കരുത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.